അപ്പൊ നിയാസിന്റെ കടയിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. നിയാസേ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഏത് രാജ്യക്കാരനാണ്? ഇന്ത്യക്കാരൻ. ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തില് എന്ത് ഭാഷയാണ് സംസാരിക്കുന്നത്? മലയാളി എന്ന നിലയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ക്രിസ്മസ്, റംസാൻ, ബക്രീദ്, ഓണം, വിഷു തുടങ്ങിയ ആഘോഷങ്ങളൊക്കെ ഒരു മനസ്സോടെ ആഘോഷിക്കാൻ ഇഷ്ടമാണ്? തീർച്ചയായും. അപ്പൊ ഇപ്പൊ ആഘോഷിക്കുന്ന ക്രിസ്മസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എല്ലാവർക്കും നല്ലത് വരട്ടെ, സമാധാനം ഉണ്ടാവട്ടെ. അല്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ താല്പര്യമുണ്ടോ? പിന്നെന്താ? അപ്പൊ നമ്മുടെ നിയാസ് ക്രിസ്മസ് ആഘോഷിക്കും ഉറപ്പായിട്ടും. അപ്പൊ നമ്മൾ എല്ലാ മലയാളികളും ആഘോഷിക്കുന്ന പോലെ നിയാസും ഈ പറയുന്ന സുധാകരനും ഈ പറയുന്ന എല്ലാവരും നമ്മൾ ഒന്നിച്ച് ഈ വർഷം പഴയതുപോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും. നിയാസ് ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പൊ കേരളത്തിൽ മലയാളം സംസാരിക്കുന്ന നിയാസിനോട് ഒരു ചോദ്യം, കുസൃതി ചോദ്യമല്ല, ശരിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് ചേട്ടൻ എന്താ തോന്നുന്നു? ഞാൻ എന്ത് പറയും തോന്നുന്നു? പേര് പറയാം. എന്നാലും ഒരു മലയാളം നമ്മളെന്താ കേരളത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ മലയാളം സംസാരിക്കുന്ന മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? മലയാളം കണ്ടുപിടിച്ചത് ആരാണ്? സുരേന്ദ്രൻ എന്ന് പറയും തോന്നുന്നുണ്ടോ? സുരേന്ദ്രനോ എന്ന് പറയും തോന്നുന്നുണ്ടോ? വള്ളത്തോൾ. മലയാള ഭാഷയുടെ പിതാവ് വള്ളത്തോൾ. വള്ളത്തോൾ. മലയാള ഭാഷയുടെ പിതാവ് വള്ളത്തോൾ. അപ്പൊ നമുക്ക് അടുത്ത ആളുടെ അടുത്ത് പോവാം. അഷ്റഫിക്ക് ഒരു ഹാപ്പി ക്രിസ്മസ് പറയാം. നമ്മുടെ ഈ വർഷത്തെ ഹാപ്പി ക്രിസ്മസ്. അപ്പൊ കൊല്ലം കൊട്ടിയത്തുള്ളേക്കാണ് ഒരു കിടിലം ഹാപ്പി ക്രിസ്മസ് അറിയും. ഒരു ചോദ്യം ചെയ്യട്ടെ. അപ്പൊ 100, 200, 300, 400, 500 ഇതിനകത്ത് എത്ര പൂജ്യമുണ്ട്? 100, 200, 300, 400, 500 എന്ന് പറയുന്ന സംഖ്യകളിൽ 100 സംഖ്യയാണ്, 200 സംഖ്യയാണ്, 300, 400 അങ്ങനെ പറയുന്ന സംഖ്യകളിൽ എത്ര പൂജ്യമുണ്ട്? എല്ലാത്തിലും കൂടെ ആണോ അതോ എല്ലാത്തിലും കൂടെ എത്ര പൂജ്യമുണ്ട്? 100, 200, 300, 400, 500. 500. 10. അടിപൊളി. നമ്മുടെ കോമിക് മീഡിയ വരികയാണ്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ. അപ്പൊ ചേട്ടൻ ജനിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയിൽ എവിടെയാണ്? കേരളത്തില് ഏത് ഭാഷയാണ് ചേട്ടൻ സംസാരിക്കുന്നത്? മലയാള ഭാഷയുടെ പിതാവ് ആരാണ്? കുഞ്ചത്തമ്പ്യാര്. അല്ലല്ല, നമ്മുടെ കൊല്ലം കൊട്ടിയത്തെ ഭാരത് ഓട്ടോമൊബൈൽസ് കടയിലെ ചേട്ടനാണ്. നമുക്ക് ആദ്യം നമ്മൾ മനുഷ്യനാവുക, മനുഷ്യന് ശേഷം മനുഷ്യനായതിനു ശേഷം നമുക്ക് ജാതിയും മതവും ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കാം. അതായിരിക്കും നല്ലത്. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നാളെ നമുക്ക് ഒരു വലിയ നാളെ ഒരു മഹത്തായ ദിവസമാണ്. അതാണ് എന്താ പുതിയ തലമുറയിലെ പിള്ളേരോട് വെച്ച് അംഗീകരിക്കും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഒന്നാണ് നമ്മളെല്ലാം. തീർച്ചയായിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ്, ഒരു ഫോളോ കൂടെ വെച്ചേക്ക്. അതിന് വായിക്കണം, കഞ്ഞി വെക്കണം, ചാട്ട് മുട്ടി ചാവാറായേ.